എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 12-ാം തീയതി വരെ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ജൂൺ 15-നകം ഈ ഒരു അപേക്ഷകൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 12-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷാ ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതിനുശേഷം ജൂൺ 15-ാം തീയതി വരെ അതിന്റെ ബാക്കി സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനും ആണ് അവസരം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂൺ 12-നകം വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ച കാര്യമാണ് നിങ്ങളുടെ അപേക്ഷ കൺഫേംഡ് ആയോ എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷയുടെ ഒരു പ്രിന്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാം, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ടുണ്ടോ, അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ചെയ്യേണ്ടത് ആദ്യം തന്നെ സൈഡിലായിട്ട് ഇവിടെ LBS വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും, ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ഫീ പേയ്മെന്റ് ചെയ്യാനുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും, ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ രജിസ്റ്റർ ഐഡിയോ ചലാൻ നമ്പറോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ നിങ്ങളുടെ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പറും അപേക്ഷ നൽകിയപ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ഇമെയിൽ ID നൽകിയിട്ട് റിക്കവർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ ചലാൻ ID, രജിസ്റ്റർ ID എന്നിവ നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷമാണ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക. അപ്പോൾ വെരിഫൈ ചെയ്ത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് രജിസ്റ്റർ ID അതുപോലെ പാസ്വേഡും ചോദിക്കും. അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ സൈഡിലായിട്ട് 3 ലൈൻസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സെന്ററിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സെന്ററിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾ നൽകിയുള്ള ഫീ പേയ്മെന്റ് കറക്റ്റ് ആണോ, അതായത് ഫീ പേയ്മെന്റ് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ ഫീ പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് അതിന്റെ സ്റ്റാറ്റസ് സക്സസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെന്റ് സക്സസ് ആയിട്ടില്ലെങ്കിൽ അത് ഇവിടെ നോട്ട് സക്സസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു കൺഫർമേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ എന്നുള്ള ഭാഗത്ത് ഡൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിലും ആ ഒരു ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി, അതായത് സബ്മിറ്റഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അതിന് താഴെയായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അത് നിങ്ങളല്ല ചെയ്യേണ്ടത്. LBS സെൻറ്ററിൽ നിന്നും നിങ്ങളുടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ് ഒക്കെ മാനുവലായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങൾ നൽകിയതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പിന്നീട് അത് പ്രൊഫൈൽ വഴി ലോഗിൻ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയുമാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അത് ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അതിൻ്റെ സ്റ്റാറ്റസ് ഡൺ എന്നോ അല്ലെങ്കിൽ സക്സസ് എന്നോ ആണെങ്കിൽ അത് ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് പച്ച കളറിലാണ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഉണ്ടാവുക. അതെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് സബ്മിറ്റഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റുകൾ ഏതെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വിട്ടുപോയി അല്ലെങ്കിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പുതുതായിട്ട്, അതായത് അതിന് പകരമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം LBS സെൻറ്റർ സാധാരണ നൽകാറുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഈ ഒരു അപേക്ഷയിൽ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റുകൾ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റാറ്റസ് പേജിൽ ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ സർട്ടിഫിക്കറ്റും ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണോ എന്നുള്ളത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ച കാര്യമാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതും, അതിനുശേഷം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരികയും അതുമായി പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിനും, അതിനുശേഷം മെയിൻ റാങ്ക് ലിസ്റ്റ് വരികയുമാണ് ചെയ്യുക. അതിനുശേഷം ആവശ്യമുള്ള കോളേജുകൾ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ്. ഓരോ ഘട്ടത്തിൽ വരുന്ന ഓപ്ഷൻസും അതത് ഘട്ടത്തിൽ മാത്രമാണ് ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ സാധിക്കുള്ളൂ. പിന്നീട് നൽകാവുന്നതിനുള്ള അവസരം ലഭ്യമാകുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് ഫീസ് സ്ട്രക്ചർ എത്രയാണെന്നുള്ളത്. നിങ്ങൾ SSC അതുപോലെ തന്നെ ST അതുപോലെ തന്നെ OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീ കൺസെഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് വെറും 1000 രൂപ മാത്രമാണ്. അതായത് ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു 1000 രൂപ മാത്രമാണ് വരിക. അതേസമയം നിങ്ങൾ ഈ ഒരു സാധാരണ മറ്റുള്ള വിഭാഗമാണ്, അതായത് ഈ ഒരു ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾ
നിങ്ങൾക്ക് 23,170 രൂപയാണ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് എവിടെ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ടോട്ടലായിട്ട്, അതായത് ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടക്കുന്ന ഫീസാണ്. ഗവൺമെൻറ്റിൽ ആ ഒരു ട്യൂഷൻ ഫീസ് ഉൾപ്പെടെ ടോട്ടലായിട്ട് ഈ ഒരു ഫീസ് മാത്രമേ വരുന്നുള്ളൂ. സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റും അതിനുശേഷം ബാക്കി ഏകദേശം 73,000 സംതിങ്, അതായത് ടോട്ടലായിട്ട് ഏകദേശം 1,00,000 രൂപ നിങ്ങൾക്ക് ഒരു വർഷം ഫീസായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീസ് അതിനുശേഷം ബാക്കി ഫീസ് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ അടക്കുകയാണ് ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ SC, ST, OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ സെൽഫ് ഫിനാൻസ് സീറ്റാണ് കിട്ടുന്നതെങ്കിൽ സാധാരണ വിദ്യാർത്ഥികൾക്കുള്ള ഫീസ് തന്നെയാണ് ഉണ്ടാവുക. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ മെറിറ്റ് സീറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ്, അതായത് അപേക്ഷയുടെ സ്റ്റാറ്റസ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ കൺഫേംഡ് ആയിട്ടുണ്ടോ, അതായത് അപ്ലിക്കേഷൻ സബ്മിറ്റഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റാറ്റസ് പേജിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.